അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ചെയ്യാലോ. ഒരു അൾട്ടീസാണ് നമുക്ക് ലാസ്റ്റ് വന്നത് കേട്ടോ. ഇത് കൊണ്ടോട്ടി വന്നൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഫുള്ള് പുറത്തോട്ടാണ്. ഇതിന്ന് നമ്മൾ പേജിന് കയറ്റും കേട്ടോ. ഈ അൾട്ടീസ് നമുക്ക് കളർ ചേഞ്ചിനുള്ളതാണ്. 2012 വണ്ടിയാണ് തോന്നുന്നത് കേട്ടോ. 2012 വൈറ്റാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചിങ്ങും കാര്യങ്ങളാണ്. ഹെഡ് ലാമ്പ് മാറ്റണം, അതേപോലെ തന്നെ ടൈൽ ലാമ്പ് മാറ്റാനുണ്ട്. കുറച്ചധികം അപ്ഡേഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു ഇന്നോവ ഉണ്ട്, അപ്പുറത്തെല്ലാം കാണിച്ചു തരാം. ഒരു വണ്ടി നമുക്ക് കൊണ്ടോട്ടി ഭാഗത്ത് വന്നാൽ കേട്ടോ. അത്യാവശ്യം നീറ്റ് വണ്ടി തന്നെയാണ്. നമുക്ക് കംപ്ലീറ്റ് കളർ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. പിന്നീട് നമുക്കുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ഈ ഇന്നോവ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് വന്ന കോഴിക്കോട് നിന്ന്. ഇത് ഇന്നലെ വന്ന വണ്ടി കേട്ടോ. ഇതിൽ നമുക്ക് ടച്ച് പോളിഷാണ്. കാരണം ഇത് 2 ബമ്പർ പെയിൻറ്റ് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ സ്പോയിലർ ചേഞ്ച് ചെയ്യാനുണ്ട്, അതേപോലെ കുറച്ച് ഈ പോർഷനെ കുറച്ച് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടി നമുക്ക് ടച്ച് പോളിഷിന് വന്നതാണ്. ഇത് നമുക്ക് ഫുൾ വർക്കിന് വന്ന വണ്ടിയാണ്. ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മാറ്റാനുണ്ട്. ബമ്പേഴ്സ് മാറ്റാനുണ്ട്, സ്കേർട്ട് ആഡ് ചെയ്യാനുണ്ട്, ഹെഡ് ലാമ്പ്, ടൈൽ ലാമ്പ്, ഇവൻ നമ്മൾ കളർ ചേഞ്ച് വരെ ചെയ്യാനുള്ള വണ്ടിയാണിത്. നമുക്ക് കോഴിക്കോട് നിന്ന് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് മുന്നേ വീഡിയോയിൽ. അപ്പോൾ ഈ വണ്ടിയും ഇന്ന് എന്ത് ചെയ്യും, ഇന്ന് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യും എന്തായാലും. കാരണം ഇതിന് കുറച്ചധികം ലെവലിങ്ങും കാര്യങ്ങളുണ്ട്. കണ്ടോ, ബുള്ളറ്റ് ഒരുപാട് ലെവലിങ്ങുള്ള വണ്ടിയാണ്. കാരണം ഒരുപാട് മൈനൗട്ട് സ്ക്രാച്ചും മൈനൗട്ട് കുഴികളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബോഡിയിലുണ്ട്. ഇത് നമുക്ക് അത്രത്തോളം വർക്കില്ല, ചെറിയ ചെറിയ വർക്ക് മാത്രമേ വണ്ടിയുള്ളൂ. നമ്മളിതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകണ്ട. നമ്മൾ ഇപ്പോൾ ഫ്രീ ആയപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. നമുക്കിതിൻ്റെ വീഡിയോ എടുത്തു തരാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ അൾട്ടീസ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടോട്ടി ഭാഗത്ത് ഇതിലൊക്കെ സെപ്പറേറ്റ് വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നതാണ്. നമ്മളെ സ്ഥിരം സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കളർ അപ്ഡേഷനാണ് മെയിനിലുള്ളത്. കാരണം വണ്ടി വൈറ്റ് ആണ് കണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് ബ്ലാക്ക് ചെയ്യണം. അതേപോലെ തന്നെ ബമ്പർ ചിലപ്പോൾ നമ്മൾ മാറ്റും. കാരണം ബമ്പർ കുറച്ചധികം പരിക്കുണ്ട്. പിന്നെ നമ്മൾ ഹെഡ് ലാമ്പ് മാറ്റുന്നുണ്ട്. അതേപോലെ വീല് നമുക്ക് താണ്ട ഒരു 15 ഇഞ്ച് നമ്മളത് സ്റ്റോക്ക് അലൈസാണ്. അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് ഒന്നുകിൽ നമ്മളെ പുതിയ മോഡൽ അൾട്ടീസിൻ്റെ വീലിടും, 17 ഇഞ്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ പിന്നെ റിയറിൽ നോക്കുമ്പോൾ റിയർ ടൈൽ ലാമ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും ഈ ക്രോം എലമെൻറ്റ്സ് കംപ്ലീറ്റ് നമ്മൾ എന്തായാലും ബ്ലാക്ക് ഔട്ട് ചെയ്യും. കാരണം വണ്ടി ബ്ലാക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് ബ്ലാക്ക് ചെയ്യും. വണ്ടി വലിയ കുഴപ്പമില്ല, ചെറിയ ചെറിയ ലൈനിങ് പ്രശ്നമുള്ളൂ. പക്ഷേ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് വണ്ടി. ഇത് കൊണ്ടോട്ടി വന്ന വണ്ടി കേട്ടോ. നല്ല അടിപൊളി ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കസ്റ്റമർ സൗദിയിലാണെന്ന് തോന്നുന്നു. സൗദി അല്ലെങ്കിൽ ദുബൈയാണ്. കാരണം നമ്മളെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു. അപ്പോൾ നാളെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം നമുക്ക് ഫുൾ പെയിൻറ്റിങ്ങിന് 1 മാസം എന്തായാലും മിനിമം വേണം. അപ്പോൾ 1 മാസം അതിലധികം എടുക്കും. കാരണം മറ്റുള്ള വണ്ടികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഞങ്ങളത് പോകാൻ നിൽക്കണം. റനീസാ പോലെ വീഡിയോ എടുത്ത് കഴിഞ്ഞില്ലേ പോലെ. അപ്പോൾ ഞാൻ റണ്ണിങ് എടുക്കാനുണ്ട്. അപ്പോൾ പോകുന്ന വയ്ക്കുന്ന റണ്ണിങ് എടുത്ത് പോകും. ഷോപ്പ് കുറച്ച് അപ്പുറത്തോട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരെ ഷോപ്പിലേക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു റോഡ് ഓപ്പൺ ആയിരുന്നു, ക്ലോസ് ആയപ്പോൾ വീഡിയോ എടുക്കുകയാണ് ഇവിടുന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്നോവ കേട്ടോ. അപ്പോൾ ഇന്നോവയിൽ കുറച്ച് ടച്ചിങ്ങും കാര്യങ്ങളുമാണ്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഹെഡ് ലാമ്പ് മാറ്റാനുണ്ട്, ആഫ്റ്റർ ഹെഡ് ലാമ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഡീക്രോം ചെയ്യാനുണ്ട്. പിന്നെ ബമ്പറിൻ്റെ കോൺട്രോം കാര്യങ്ങളൊക്കെ കണ്ടോ, കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്, പെയിൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇതിൻ്റെ വീല് മാറ്റാനുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് സാധാ ഒരു ഡ്രം വീലാണ്. ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരു ക്രിസ്റ്റയുടെ വീല് ചെയ്യണം. അതേപോലെ മിററിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കററോ അല്ലെങ്കിൽ ഇത് ബ്ലാക്കോ ആക്കും. പിന്നെ സ്കേർട്ടൊക്കെ കണ്ടോ, സ്കേർട്ടൊക്കെ ഒന്ന് റിലീസായിട്ടുണ്ട്. കാരണം ഡാമേജ് ആയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതേപോലെ ഇവിടെ ടച്ച് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ കണ്ടോ, റിയർ ബമ്പറും മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇത് ആ ഒരു വർക്കിന് വന്ന വണ്ടിയാണ്. സ്പോയിലറും മാറ്റാനുണ്ട്. സ്പോയിലറും കാര്യങ്ങളും കുറച്ച് ക്രാക്ക് അടിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസൊക്കെ എന്തായാലും വരും. പക്ഷേ എന്നാലും നമ്മൾ ഡെയിലിയിൽ കാണിക്കാമെന്ന് മാത്രം. അതാ ഈ ഒരു ഇയോണ് നമുക്ക് ടച്ചിങ്ങിനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ റണ്ണിങ് ബോർഡ് മൊത്തം തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ, കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ബമ്പർ ഉണ്ടോ, ഫ്രണ്ട് ബമ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടച്ചിങ് ആയിരുന്നു. ഫ്രണ്ട് ബമ്പർ മൊത്തം പോയിട്ടുണ്ടായിരുന്നു. ഡൈ സൈഡ് മൊത്തം സെറ്റാക്കി അടിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു റണ്ണിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൾക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഇയോണ് ജസ്റ്റ് ടച്ചിങ്ങും കാര്യങ്ങളൊന്നും വണ്ടി വരുന്നു. അപ്പോൾ അവർ വന്നിട്ടുണ്ട്, വണ്ടി കൊണ്ടുപോകാണ് കേട്ടോ. ഒരു ഓക്കെയാണ്. ചെറിയ ടച്ചിങ് കാര്യങ്ങളായിരുന്നു വണ്ടിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ഇന്നോപ്പ വന്നു കേട്ടോ. നമുക്ക് ഇത് സീറ്റ് വർക്ക് ചെയ്യാൻ വന്നതാണ്. ഇത് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊരു വണ്ടി കേട്ടോ. ഇതിൻ്റെ നോർമലി ഉള്ള സീറ്റും കാര്യങ്ങളും കണ്ടോ. ഓക്കെ, നോർമലി ഉള്ള സീറ്റിൻ്റെ അത് സ്റ്റോക്ക് സീറ്റാണ്. കാരണം ആ ക്ലോത്തും കാര്യങ്ങളുമാണ്. അതേപോലെ ആ കൺസോൾ, അതേപോലെ തന്നെ നമ്മളെ ഫ്ലോറുണ്ടോ, ഫ്ലോറും കാര്യങ്ങളും കണ്ടോ. ഓക്കെ, അതേപോലെ ഡോർ പാഡ് കണ്ടോ. റിയർ സീറ്റ് നോക്കുമ്പോൾ കണ്ടോ. ഓക്കെ, അതേപോലെ എൻ്റെ റൂഫ് ക്ലോത്തും മാറാനുണ്ട് കേട്ടോ. റൂഫ് ക്ലോത്തും മാറാനുണ്ട്. ഓക്കെ, ഇതാണ് ബാക്ക് സീറ്റ്. അപ്പോൾ അതിൻ്റെ ഫുൾ സീറ്റ് വർക്ക് നമുക്ക് ചെയ്യാനുണ്ട്. ഫ്രണ്ട് 2 സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്യുന്നത് ഡുവൽ ഹെഡ് റെസ്റ്റിൽ കേട്ടോ. അപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് കാണിച്ചു തരാം.
അപ്പോൾ അത് നമ്മളൊരു ഫോർഷോട്ട് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് കേട്ടോ. അതിൻ്റെ ബൾബ് അപ്ഡേറ്റ് ചെയ്യാണ്. കാരണം ഇതിൽ വരുന്ന ബൾബൊന്നും മാറണ്ടല്ലോ, കേവലം ഒരു 55 വാട്ട്സിൻ്റെ ബൾബാണ് വരിക. അപ്പോൾ നമ്മൾ LED അത്യാവശ്യം നല്ല വാട്ടുള്ള 300 സംതിങ് വാട്ട്സുള്ള, ഇത് 200 വാട്ട്സിൻ്റെ ആണ്. പക്ഷേ ബ്രൈറ്റിലേക്ക് നമ്മൾ 300 വാട്ട്സും ഡിമ്മിലേക്ക് നമ്മൾ 200 വാട്ട്സിൻ്റെ ലൈറ്റ്സാണ്, സോറി ബൾബാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ അപ്പോൾ നമ്മൾ സ്വിഫ്റ്റ്, ഈ സ്വിഫ്റ്റ് ഒരു ടച്ചിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബിൽഡിങ്ങൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട്, രണ്ടാമത് നമ്മൾ ഒട്ടിക്കും. ഇപ്പോൾ ഈ ഫ്രണ്ട് ബമ്പർ നമ്മൾ അടിച്ചു, അതേപോലെ ഗ്രില്ല് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. കാരണം ഗ്രില്ല് ലോഗോ അടക്കം നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫോഗിൻ്റെ കവറും. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ പോളിഷാണ് കേട്ടോ. വണ്ടിക്ക് 1-2 സ്ഥലങ്ങളിൽ ചെറിയ കളർ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യമുള്ള കേട്ടോ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറും ഈ ഡീക്രോമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കംപ്ലീറ്റ് വണ്ടി ഒന്ന് പോളിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ പോളിഷിങ്ങാണ്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് നമുക്ക് സെൻസർ ഫിറ്റ് ചെയ്യാൻ കേട്ടോ. സെൻസർ നമുക്ക് ബാക്കിലല്ല, ഫ്രണ്ട് ബമ്പറിൽ സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു സെൻസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്പൈഡർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സെൻസറാണ്. അപ്പോൾ ഇത് വൈറ്റ് വരും, പക്ഷെ നമ്മളിതിൽ രണ്ടാമത് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ വൈറ്റാണ് വണ്ടി, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ വൈറ്റ് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവർ ബമ്പർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. മാറേ അപ്പോൾ ഈ ഒരു Type 4 സ്വിഫ്റ്റ് നമുക്ക് 2 വർക്കിന് വന്നാണ്. അത് ആംബിയൻസ് ലൈറ്റും അതേപോലെ തന്നെ അണ്ടർബോർഡ് ലൈറ്റ് കേട്ടോ. ഇത് നമുക്ക് ചെറുപ്പുളശ്ശേരി പാലക്കാട് പോകുന്ന വണ്ടിയാണ്. ഇതിന് മുമ്പ് നമ്മുടെ അടുത്ത് മിറർ കേപ്പും അതേപോലെ ബാറ്റ്മാൻ സ്പോളൊക്കെ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അൾട്ടീസിൽ സെൻസറും കാര്യങ്ങളൊക്കെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ ഇട്ട് അതിൻ്റെ മീറ്ററും കാര്യങ്ങളും ഇതാണ്. അപ്പോൾ ഈ വണ്ടി പോകാനായിട്ടുണ്ട്, വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ്. ലോങ് സെൽഫൊക്കെ ആണല്ലോ വണ്ടിക്ക്. എത്ര വീഡിയോ എടുക്കണ്ടേ? സമയം കഴിഞ്ഞാലല്ലേ കൈ പിടിച്ചാ മോടി മറ്റേ മേഡം മോടി ഇവിടെ നോക്കേ അങ്ങനെയല്ല, ഇവിടുന്ന് നല്ല നേക്കിൽ കേട്ടും. ഇങ്ങനെ ഡോറിൻ്റെ തന്നെ അല്ല, ഫ്രണ്ടിലെത്തി ഉണ്ടായതുകൊണ്ട് രസമുണ്ട്. അത് സീറ്റ് വായിക്കുക കേട്ടോ, സീറ്റ് വായിക്കുക. അതൊന്ന് മാറ്റിക്കാം. അപ്പോൾ ഈ വണ്ടിയിൽ അണ്ടർ ബോഡി ലൈറ്റും അതേപോലെ തന്നെ ആംബിയൻസ് ലൈറ്റ്. ഇപ്പോൾ ഒന്ന് മോഡ് മാറ്റുമോ? അവിടെ സ്വിച്ച് ഉണ്ടോ? അല്ല, ഇതിൻ്റെ സ്വിച്ച് മാനുവൽ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തോ ഓക്കെ, അത് നമുക്ക് ആപ്പ് വഴിയും അങ്ങനെ മാറ്റിയാൽ മതി. കണ്ടോ? ഓക്കെ,
എടുത്തു. അപ്പോൾ ഒരു ഇറങ്ങാനായി ഷോട്ടും കാര്യങ്ങളും എടുക്കും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആൾട്ടീസും വണ്ടിയൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഇന്നോവ വന്നിട്ടുണ്ടായിരുന്നു സീറ്റ് വർക്കിന്. അപ്പോൾ അതിൻ്റെ സീറ്റ് വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വണ്ടിൻ്റെ ഏകദേശം കഴിഞ്ഞു. സമയം 12:40. എന്തായാലും ഇപ്പോൾ ഇറക്കാട്ട് വണ്ടി. ഇതാണ് നമുക്ക് റിമോട്ടും അതേപോലെ തന്നെ ആപ്പ് വഴിയും ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ സെറ്റാണ് കേട്ടോ സാധനം. കാരണം അത് നമുക്ക് സെഡാനും ഹാച്ച് ബാക്കിനും ഒരേപോലെ തന്നെയാണ്. കാരണം അത് നമുക്ക് ആ ടൈൽസിൽ എത്രത്തോളം ലുക്ക്, പക്ഷെ അത് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാട്ടോ. അതിൻ്റെ ആ മോഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നമുക്ക് ഇതിന് എത്രത്തോളം നമുക്കത് ലുക്കാവില്ല ഇവിടുന്ന് നമ്മുടെ ടൈൽസിൽ കാണുമ്പോൾ. ടൈൽസിൽ ഫുള്ളായിട്ട് നമുക്ക് റിഫ്ലക്ഷൻ അടിക്കും. പക്ഷേ ഇതിൽ കണ്ടോ നമുക്കതൊന്നുമില്ല, അടിപൊളിയാണ്. ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയറും കൂടി കാണിച്ചു കേട്ടോ. ഇൻറ്റീരിയർ ആണെങ്കിൽ അതാ ഇൻറ്റീരിയർ ഉണ്ടോ. ഇൻറ്റീരിയർ നമുക്കിതിപ്പോൾ മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ ഒരുപാട് മോഡ്സ് ഉണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഒരുപാട് മോഡ്സ് ഉണ്ട്. ഇതിൻ്റെ ലൈറ്റ് കുറക്കാൻ പറ്റും കേട്ടോ. അത് കുറച്ച് ഓവറായിട്ട് നമുക്ക് തോന്നും, പക്ഷെ ഇത് നമുക്ക് കുറക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ വെട്ടം കുറക്കാം. അങ്ങനെ ഒരുപാട് മോഡ്സ് ഉണ്ട്. ഉണ്ടോ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ. ഉണ്ടോ, ഓക്കെ. ഓക്കെ, ഒരുപാട് മോഡ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. അണ്ടർഗ്ലോ ആണെങ്കിലും കണ്ടോ. ഓക്കെ, കഴിഞ്ഞില്ലടാ. അപ്പോൾ അവർ പോവാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം മൊത്തം ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവർക്ക് ഇനി പാലക്കാട് ചെറുപ്പുളശ്ശേരി എത്തണം കേട്ടോ. ഓക്കെ, സെറ്റാണ്. എടാ അങ്ങനെ ഓടിക്കാൻ പറയടാ, കുറച്ച് അങ്ങനെ ഓടിക്കാൻ പറയും. അഞ്ഞു പോട്ടെ. ഓക്കെ, അപ്പോൾ അവർ പോവാണ് കേട്ടോ. സെറ്റായിട്ട് അവർക്ക് ഇനി 100 കിലോമീറ്റർ ഓടാനുണ്ട്. ഓക്കെ, നമ്മളിതാ ഷോപ്പൊക്കെ അടച്ചു. സമയം കണ്ടോ, ഇത് നല്ല ടൈമായിട്ടുണ്ട്. ഏകദേശം 1 മണിയാണ്.